ഈശ്വരവിശ്വാസമുള്ള നാട് നന്നായി പോകണമെന്നുള്ള കുറച്ച് ജഡ്ജിമാരുള്ളതുകൊണ്ട് മാത്രമാണ് അയ്യപ്പൻ്റെ വിഗ്രഹമെങ്കിലും അവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഹൈന്ദവർ നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് മുറിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നാളെ നമുക്ക് ആർക്കും നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാകും. അതിനാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഭക്തജനങ്ങളുടെയാണല്ലോ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഭക്തർക്ക് പോകാനുള്ള ഇടമാണ് ക്ഷേത്രം. അത് ഈ ബോർഡിൻ്റെ കയ്യിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് അങ്ങ് വിട്ടുകൊടുത്താൽ കാര്യം എളുപ്പമാകില്ലേ? ക്ഷേത്രങ്ങളിൽ നിന്നും കൊള്ള ആരംഭിച്ചത് CPM മാത്രമല്ല, CPM കോൺഗ്രസും മാറി മാറി ഭരിച്ചിരുന്ന എല്ലാ ദേവസ്വം ബോർഡുകളിലും ആരെങ്കിലുമൊക്കെ തന്നെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച പുറത്തു വന്നതോടെ സംസ്ഥാനത്തെ പല ക്ഷേത്രങ്ങളിൽ നിന്നും സമാനമായ പരാതികൾ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സ്വത്തുക്കളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് ദേവസ്വം ബോർഡാണ്. സുതാര്യമായി കർത്തവ്യ നിർവഹണം നടത്തേണ്ട ദേവസ്വം ബോർഡുകളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവാത്തത് എന്തുകൊണ്ടായിരിക്കും? പരിശോധിക്കാം. എനിക്കൊപ്പം BJP നേതാവ് ശ്രീ VV രാജേഷ് ചേരുകയാണ്. രാജേഷ്, നമസ്കാരം. നമ്മുടെ സംസ്കൃതിയുടെ പാരമ്പര്യത്തിൻ്റെ ഒക്കെ ഭാഗമാണല്ലോ ക്ഷേത്രങ്ങൾ. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ പല ക്ഷേത്രങ്ങളിലും ഭക്തർ സമർപ്പിച്ച വസ്തുവകകളുടെ വലിയ തോതിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതിലേക്ക് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുമില്ല. വിവരാവകാശം തേടിയിട്ട് പോലും കാര്യമില്ല എന്നൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ആരാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത്? തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം മാറി വന്ന സർക്കാരുകൾ, അത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സർക്കാരുകളാകട്ടെ, CPM നേതൃത്വം കൊടുത്ത സർക്കാരുകളാകട്ടെ, ഈ സർക്കാരുകളാണ് ഇതിൻ്റെ അധികാരികളും പലരും ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ കൃത്യമായിട്ട് ഉത്തരം പറയേണ്ട കാര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതുവരെയും പുറത്തു വരാത്ത ഒരു വാർത്ത ഇന്നിപ്പോൾ അമൃത ചാനലിൻ്റെ പക്കലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എറണാകുളം ജില്ലയിൽ, അതായത് പെരുമ്പാവൂർ ഇരിങ്ങോർക്കാവ് ഭഗവതി ക്ഷേത്രം, നമ്മുടെ കോതമംഗലം ഭാഗത്ത് വരുന്ന തൃക്കാരിയൂർ ഗ്രൂപ്പിൽപ്പെട്ട ഇരിങ്ങോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 400 ഏക്കർ കൃഷി ചെയ്യുന്ന നെൽവയലും 20 ഏക്കർ വനഭൂമിയും 200 കിലോഗ്രാം സ്വർണം ഉൾപ്പെടെയാണ് ഇരിങ്ങോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വസ്തുവകകൾ തൃക്കാരിയൂർ ഗ്രൂപ്പിൽ കൈമാറിയത്. അവരുടെ ഇപ്പോഴത്തെ അവകാശി ഗണപതി പോറ്റി, അദ്ദേഹം വിവരാവകാശ നിയമം അനുസരിച്ച് ഈ വസ്തുവകകളും സ്വർണ്ണാഭരണങ്ങളും എവിടെയാണെന്നൊരു ചോദ്യം ചോദിച്ചു. അവരതിന് മറുപടി കൊടുത്തിട്ടില്ല. അപ്പോൾ 200 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ, 200 ഏക്കർ നെൽവയൽ, 20 ഏക്കർ വനഭൂമി, ക്ഷേത്രത്തിൻ്റെതായ വനഭൂമി, ഇതിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഇത് പുറത്തു വരുന്നത് ഇപ്പോൾ അമൃത ചാനലിലൂടെ ഇപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. ഇങ്ങനെ 100 കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിൽ, അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായിരുന്നു, സ്വർണ്ണാഭരണങ്ങളുണ്ടായിരുന്നു, ഒന്നും കാണാനില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് ഇപ്പോൾ ശബരിമലയുടെ മാത്രം പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയേക്കാൾ വളരെ കൂടുതൽ കേരളത്തിലെ മറ്റ് പല ക്ഷേത്രങ്ങളുമായിട്ട് നടന്നിട്ടുണ്ട്. ഈ ഗണപതി പോറ്റി പറയുന്നത് 30 കിലോ സ്വർണം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ശബരിമലയിൽ നടക്കുന്നത്. വിജയ് മല്യ സമർപ്പിച്ചത് നമുക്കറിയാലോ. 30.34% മാത്രമാണ് അത് ഉള്ളത്. പക്ഷേ ഇത് അതുപോലുമല്ല, 200 കിലോ ആണ് ഇത് വരുന്നത്. അതിലെന്തുകൊണ്ട് ഒരു അന്വേഷണമില്ല? വിവരാവകാശം തേടിയിട്ട് പോലും കിട്ടുന്നില്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർ സമർപ്പിച്ച രേഖയും അതിൻ്റെ വിവരാവകാശം അനുസരിച്ച് കൊടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വന്ന ഉത്തരവൊക്കെ തന്നെ അമൃത ചാനലിൻ്റെ പക്കലുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ആ കുടുംബത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് നോക്കി. ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് വളരെ പാവപ്പെട്ട ഒരു ബ്രാഹ്മൺ കുടുംബമാണ്. അവർ ശാന്തിയൊക്കെ നടത്തി അവരുടെ തലമുറകൾ കാലം കഴിച്ചു പോവുകയാണ്. ഒരുപക്ഷേ ഇത് പുറത്ത് പറയുവാനോ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് കാര്യങ്ങൾ പറയുവാനുള്ള ധൈര്യം അവർക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിലൂടെ നിങ്ങളിതിപ്പോൾ പുറത്തു കൊണ്ടുവരുന്നു. നാഗഞ്ചേരി മനയുടെ അധീനതയിലായിരുന്നു ഇരിങ്ങോൽ ക്ഷേത്രം. പരാതിക്കാരനായ ഗണപതി നമ്പൂതിരിയുടെ മുത്തച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരിയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർക്ക് കൈമാറിയത്. 200 കിലോഗ്രാം സ്വർണം ഉൾപ്പെടെയുള്ളവയായിരുന്നു സ്വത്തുക്കളെന്ന് പരാതിക്കാരനായ ഗണപതി നമ്പൂതിരി വ്യക്തമാക്കുന്നു. ഇതിന്റെ ഇന്നത്തെ അവസ്ഥ അറിയുന്നതിനാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വിവരാവകാശ അപേക്ഷ നൽകിയത്. 200 കിലോ സ്വർണ്ണാഭരണ ലിസ്റ്റ്, തൂക്കം, തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറെ വർഷങ്ങൾക്ക് മുൻപ് ഏൽപ്പിച്ചിട്ടുള്ള ഉടമ്പടിയുടെ പകർപ്പ് എന്നിവയാണ് വിവരാവകാശ അപേക്ഷ മുഖാന്തരം ആവശ്യപ്പെട്ടത്. എന്നാൽ ദേവസ്വം ബോർഡ് കൈകഴുകി. 50 വർഷങ്ങൾക്ക് മുൻപുള്ള രേഖകൾ ലഭ്യമല്ല എന്നായിരുന്നു ബോർഡിന്റെ മറുപടി. അന്ന് മഹാരാജാവിനെ അച്ഛൻ നേരിട്ട് പോയി കണ്ട്, മുത്തശ്ശനും അച്ഛനും പോയി കണ്ടു പറഞ്ഞാൽ ഭീമമായൊരു സമ്പത്തുണ്ട്, നശിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനൊരു സംരക്ഷണം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് മന്നത്ത് പത്മനാഭനെ പ്രസിഡൻ്റായിട്ട് ഒരു കമ്മിറ്റി രൂപവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക്
ഈ ക്ഷേത്രവും കൂടെ ഉൾപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് ഇല്ലത്തെ നിലവറയിൽ 200 കിലോ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച് വച്ചിരുന്നത് അത് ഇപ്പോൾ ഇല്ല, അതിൻ്റെ രേഖകളില്ല, സാധനമില്ല എന്നുള്ള രീതിയിലുള്ളൊരു സമീപനമാണ് ദേവസ്വം ബോർഡിൽ നിന്നും വിവരാവകാശ കമ്മീഷനിൽ നിന്നും എനിക്ക് ലഭിച്ചത്. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ നിന്നോ ദേവസ്വം മേലോഫീസിൽ നിന്നോ കൃത്യമായ മറുപടി ലഭിച്ചില്ല. കേരളത്തിലെ പ്രബലരായ ജന്മി കുടുംബമായിരുന്നു നാഗഞ്ചേരി മനക്കാർ. നിരവധി സ്വത്തുക്കളും ഇവർക്കുണ്ടായിരുന്നു. അതാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡിലേക്ക് എത്തിയത്. ഇന്നത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 3000 കോടി രൂപയുടെ സ്വർണ്ണമാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന അന്നത്തെ പത്മനാഭൻ, അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരം അത് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. 200 പവൻ ബ്രിട്ടൻ പവൻ കൊണ്ടുണ്ടാക്കിയ തങ്ക അങ്കിയുണ്ട്. ആ അങ്കിയിൽ വിലമതിക്കാനാവാത്ത രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇരിങ്ങോൾക്കാവിൽ മാത്രമല്ല, ക്ഷേത്രങ്ങളുടെ ഭാഗമായി ദേവസ്വം ബോർഡുകളിലേക്ക് എത്തിയ സ്വത്തുക്കൾക്കൊന്നും ശരിയായ കണക്കോ പരിശോധനകളോ ഇല്ലേ എന്നതാണ് പ്രധാന ചോദ്യം. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് ഗണപതി നമ്പൂതിരിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. അപ്പോൾ ഇങ്ങനെ ഭയന്ന് കഴിയുന്ന അധികാരത്തിൻ്റെ അകത്തളങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പേടിയോടെ തന്നെ കാണുന്ന നിരവധി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥയുള്ള കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ തന്നെ ഈ നാവ് ഒന്ന് പുറത്തെടുത്താൽ ഇവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകളെയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ചൂലുകൊണ്ട് തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലോകത്തിൽ തന്നെ അത്ഭുതമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളും വസ്തുവകളും ഉണ്ട് എന്ന് പറയുമ്പോൾ അത്രത്തോളം വരില്ലെങ്കിലും കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ തന്നെ സമ്പന്നമായിരുന്നു. നമ്മുടെ നാട്ടിൽ അത്രത്തോളം സ്വർണ്ണ ആഭരണങ്ങളും അതുപോലെ തന്നെ സ്വർണ്ണ നാണയ ശേഖരവുമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഇവിടുന്ന് ഒരു 16,000 കിലോമീറ്റർ യാത്ര ചെയ്ത് ബ്രിട്ടീഷുകാർ അവരുടെ രാജ്യത്ത് നിന്ന് 6,000 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെയുള്ളത് എന്തൊക്കെയോ കൊണ്ടുപോകാനാണല്ലോ വന്നത്, അല്ലാതെ വെറുതെ വിനോദയാത്ര വന്നല്ലോ. അപ്പോൾ അവരുടെ രാജ്യത്ത് അന്നുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട എന്തൊക്കെയോ ഭാരതത്തിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. അത് കൊണ്ടുപോകാനായിരുന്നു അന്ന് ഇത്രത്തോളം യാത്രാ സൗകര്യം ഇല്ലായിരുന്ന സമയത്ത് അവർ വന്നത്. പരമാവധി അവർ കൊണ്ടുപോയി. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്നു, അതിനുശേഷവും നമ്മുടെ ക്ഷേത്രങ്ങളിലുണ്ട്. അത് ബാക്കി LDFും UDFും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് വന്നപ്പോൾ അവരുടെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് കട്ടെടുത്ത് കൊണ്ടുപോയി. അപ്പോൾ എന്ത് വലിയൊരു അക്രമമാണ്, എന്ത് വലിയൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. അയ്യപ്പൻ്റെ ശക്തിയിലൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെ കാലം കഴിഞ്ഞിട്ടായാലും പുറത്തു വരുന്നത്. കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ മതിയാവുകയുള്ളൂ. വളരെ വലിയൊരു ജനരോഷം കേരളത്തിൽ ഉയരുകയാണ്, കേരളത്തിലല്ല ഭാരതത്തിലെമ്പാടും ഉയരുകയാണ്. നമ്മുടെ പല ക്ഷേത്രങ്ങളും നോക്കിയാൽ വലിയ നഷ്ടത്തിൽ തന്നെയാണ് ക്ഷേത്രങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ക്ഷേത്രങ്ങളുടെ എല്ലാം നിലനിൽപ്പ് ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളുടെ വരുമാനം കൊണ്ടാണ്. പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ കേൾക്കുമ്പോൾ ഇനി ആ പ്രതീക്ഷയും വേണ്ട എന്ന് തോന്നുകയാണ്. അല്ല, ഇത് എന്നു മുതലാണ് ഈ ക്ഷേത്രങ്ങൾ നഷ്ടത്തിലാണ് ലാഭത്തിലാണ് എന്നുള്ള ചർച്ച തുടങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഈ ദേവസ്വം ബോർഡും അതിൽ ക്ഷേത്രവുമായോ ആത്മീയതയുമായോ ആത്മീയ ആചാരങ്ങളുമായോ യാതൊരു ബന്ധവും പുലബന്ധവുമില്ലാതെ ശബരിമലയിൽ ശ്രീകോവിലിന് മുൻപിൽ സോപാനത്ത് ചെന്ന് നിന്നിട്ട് ദീപാരാധന വരുമ്പോഴേക്കും ഒന്ന് തൊഴാൻ പോലും മനസ്സ് കാണിക്കാത്ത മന്ത്രിമാരും ഭരണാധികാരികളും വന്നതിന് ശേഷമാണ് ക്ഷേത്രങ്ങളുടെ ലാഭനഷ്ട കണക്ക്. അവിടെ ദൈവം ഇരിക്കുന്നത് കച്ചവടം നടത്താനല്ലല്ലോ, അവിടെ മൂർത്തി ഇരിക്കുന്നത് എൻ്റെ ക്ഷേത്രം ഞാൻ ഇത്ര ദിവസം കൊണ്ട് ലാഭത്തിലാക്കി തരാമെന്ന് പറഞ്ഞല്ല ഒരു മൂർത്തി ഇരിക്കുന്നത്. അപ്പോൾ ചില ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം, അവിടെ നടക്കുന്ന ചടങ്ങുകൾ, അതൊക്കെ അനുസരിച്ചിട്ട് അവിടെ തീർത്ഥാടകർ വരുന്നതിൻ്റെ എണ്ണം കുറവായിരിക്കും. ഒരുപക്ഷെ അതിനനുസരിച്ച് മാത്രമേ അവിടെ അർപ്പിക്കുന്ന കാണിക്കുകയോ ഒക്കെ വരാറുള്ളൂ. പക്ഷേ കൃത്യമായിട്ട് സമൂഹത്തിലെ സാഹചര്യം മാറിയതനുസരിച്ചിട്ട് അതാതു ക്ഷേത്രങ്ങളിൽ പ്രാധാന്യമുള്ള ചടങ്ങുകൾ കൃത്യമായിട്ട് ചെയ്യുകയും അവിടെ അതിനനുസരിച്ചുള്ള ശാന്തിക്കാരെയും സ്റ്റാഫിനെയൊക്കെ നിയമിക്കുകയും ചെയ്ത് ആ ക്ഷേത്രങ്ങളിൽ മെച്ചപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതൊരു ക്ഷേത്രം എടുത്താലും അവിടെ ഏതെങ്കിലും ഒരു ആചാരത്തിനൊരു പ്രത്യേകത ഉണ്ടാകും. ഇപ്പോൾ പഴവങ്ങാടി നമ്മൾ പോയി തേങ്ങ ഉടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴേക്കും ആ ചടങ്ങ് വേറൊരു തരത്തിലായിരിക്കും. ഇപ്പോൾ ചെറിയ ക്ഷേത്രങ്ങൾ കാണും, വളരെ സൗകര്യമൊക്കെ കുറഞ്ഞ ക്ഷേത്രം, പക്ഷേ അവിടെ ഭയങ്കര ഭക്തജന തിരക്കായിരിക്കും. ആ ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പൂജ ഉണ്ടാകും. അതിനുള്ളൊരു പ്രാധാന്യം അവിടെ കൊടുത്ത് കൃത്യമായിട്ട് അതിൻ്റെ ആചാരങ്ങൾ പാലിച്ച ചടങ്ങുകൾ നടത്തി കഴിഞ്ഞാൽ, ആ ചടങ്ങുകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവിടെ നല്ല ഭക്തജന വരും. സ്വാഭാവികമായിട്ട് ശബരിമല പോലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പ്രാധാന്യം ലഭിച്ച ക്ഷേത്രങ്ങളായതുകൊണ്ട് ഇപ്പോൾ ശബരിമല ആയിക്കോട്ടെ, ഗുരുവായൂർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നിരന്തരം ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അർപ്പിക്കുന്ന കാണിക്കയുടെയൊക്കെ തന്നെ അളവും എണ്ണമൊക്കെ കൂടുകയൊക്കെ ചെയ്യും. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുവാനും വേറെ മാനിപ്പുലേഷൻ നടത്താതിരിക്കുവാൻ വേണ്ടിയാണല്ലോ ഒരു ബോർഡും ഒരു ഗവൺമെൻറ്റും ഒക്കെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ശബരിമലയുടെ മറവിൽ നടക്കുന്ന കൊള്ളകളുമായി ഞാനൊരു കാര്യം പറയാം. 2010 മുതൽ 2013 വരെ ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അന്ന് പാർക്കിങ്ങിൻ്റെ പേരിൽ
അവിടെ വലിയൊരു കൊള്ള നടക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനോടൊപ്പം ശബരിമലയിൽ പോയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഞാനൊരു 10-15-16 ദിവസം പമ്പയിൽ താമസിച്ചിട്ട് പമ്പയിലും സന്നിധാനത്തിലുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര നടന്ന് രാത്രി എൻ്റെ കാറിൽ തന്നെ താമസിച്ചിട്ടാണ് വിവിധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അതോടുകൂടി ആ പാർക്കിംഗ് കൊള്ള അവസാനിപ്പിക്കുകയും ഇന്നുവരെ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നില്ല അവിടെ. അപ്പോൾ അതോടുകൂടിയാണ് അത് അവസാനിച്ചത്. ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമരം ചെയ്തു. സത്യത്തിൽ അന്ന് ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും അവിടെ കാണാനിടയായി. പലതും മാധ്യമങ്ങളിലൂടെ പുറത്തു പറയാൻ പറ്റാത്തതാണ്. ഇതൊക്കെ തന്നെ സാമ്പത്തിക താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കൊക്കക്കോളയും പെപ്സിയും ഉൾപ്പെടെ അവിടുത്തെ ഗോഡൗണുകൾ സൂക്ഷിച്ചിട്ട് 3-4 വർഷം കഴിഞ്ഞിട്ട് ഡേറ്റ് റീപ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഞങ്ങൾ കയ്യോടെ പിടിച്ചു. ഞങ്ങളുടെ സമരം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 2013 ശേഷം നിരന്തരം അവിടെ സമരം ഒന്നും പ്രഖ്യാപിച്ചു ഞങ്ങളിങ്ങ് പോന്നു. ഇന്നും അതൊക്കെ അവിടെ പലയിടത്തും നടക്കുന്നുണ്ട്. ഭക്തർക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ കൊള്ള നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ മുൻപിൽ വച്ച് സ്വർണവും വെള്ളിയും കൊണ്ട് നിക്ഷേപിക്കുകയാണ്. ഇതൊക്കെ തന്നെ എവിടെയാണ് കണക്കിൽ വരുന്നത്, ആരാണ് കണക്ക് നോക്കുന്നത് ഒന്നും അറിയുന്നില്ല. ആ സമയത്താണ് വിജിലൻസ് ഏർപ്പെട്ടിട്ട് ഈ റൂം ബുക്ക് ചെയ്യുന്നതിനെ അന്നാണ് ഇപ്പോൾ വിജിലൻസ് പിടിക്കുന്നത്. വളരെ സത്യസന്ധരായിട്ടുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ, ഹൈക്കോടതി ഉൾപ്പെടെ അവരോട് അവിടെ തുടരാൻ പറഞ്ഞിട്ടുണ്ട്. 3-4 വർഷം കഴിഞ്ഞ് അത്രയും സത്യസന്ധരായ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ശബരിമല ഉണ്ടാകും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവിടെ പോകുന്നു, റൂം എടുക്കുന്നു, ദർശനം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചിലവ് മടങ്ങും. അപ്പോൾ ഒരു 2-3 മണിക്കൂർ കൊണ്ട് മടങ്ങും. ഇവർ ഈ റൂം അത് വെക്കേറ്റ് ചെയ്തതായിട്ട് കണക്കിൽ കാണിക്കില്ല. 24 മണിക്കൂറാണല്ലോ. അടുത്ത ഒരു ടീം വരുമ്പോഴേക്കും അവർക്ക് ഈ റൂം കൊടുക്കും. അവരോട് പറയും നല്ല തിരക്കാണ്, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് 4-5 ഇരട്ടി പണം വാങ്ങിച്ചുകൊണ്ട് അപ്പോൾ ആദ്യം റൂം എടുത്ത ഭക്തൻ്റെ പേരിലായിരിക്കും ബുക്കിംഗ് കിടക്കുന്നത്. 2-3 പേർക്ക് 24 മണിക്കൂറിലേക്ക് കൊടുത്തിട്ട് റൂമിന് 3000 രൂപയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ ഒരു ദിവസം കൊണ്ടൊരു സമ്പാദിക്കും. ഒടുവിൽ അന്നത്തെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ശക്തമായിട്ട് ഇടപെട്ട് പിടിച്ചിട്ടാണ് ഏറെക്കുറെ റൂമിലെ അട്ടിമറി അവിടെ അവസാനം. ഇങ്ങനെ അരവണ, ഉണ്ണിയപ്പം, അന്നദാനം, ഇതിലൊക്കെ പടിപൂജ, ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഒരു ഗവൺമെൻറ്, ഒരു ദേവസ്വം ബോർഡൊക്കെ തന്നെ അവരറിയാതൊക്കെ നടക്കുമോ? ഇത് ഒരു യുവജന സംഘടനയുടെ പ്രസിഡൻ്റ് ആയിക്കൊണ്ട് 15-16 ദിവസം താമസിച്ചപ്പോഴേക്കും എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ ഞങ്ങൾക്കൊരു സിസ്റ്റവും ഇല്ല, ഒരു ഔദ്യോഗിക സിസ്റ്റവും ഇല്ല. മാത്രമല്ല ഗവൺമെൻറ്റും ദേവസ്വം ബോർഡിൻ്റെ നിലപാടിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളെ പരമാവധി അകറ്റി നിർത്തുകയാണ് അവർ ചെയ്യുന്നത്. ഞങ്ങൾക്കത് കണ്ടുപിടിക്കാനും ഇടപെടാനും സാധിച്ചുവെങ്കിൽ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിൽ, ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യൽ സിസ്റ്റത്തിൽ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അവിടെ ഹൈക്കോടതി ഇരിക്കുന്നത് കൊണ്ടും അവിടെ നിന്ന് ഒരു ഈശ്വരവിശ്വാസമുള്ള നാട് നന്നായി പോകണമെന്നുള്ള കുറച്ച് ജഡ്ജിമാരുള്ളതുകൊണ്ട് മാത്രമാണ് അയ്യപ്പൻ്റെ വിഗ്രഹമെങ്കിലും അവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ ശബരിമലയിൽ ഇനിയിപ്പോൾ അയ്യപ്പൻ്റെ വിഗ്രഹം മാത്രമേ ഉണ്ടാവൂ എന്ന് തന്നെ വേണം കരുതാൻ. അതും മുഴുവൻ ഉണ്ടോ എന്ന് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലെ അന്വേഷണത്തിൽ തെളിയും. വിശ്വാസത്തിനും ഭക്തിക്കും ഒപ്പം ഒരു വിഭാഗത്തിൻ്റെ ജീവിതമാർഗം കൂടിയാണ് വരുമാനമുള്ള ക്ഷേത്രങ്ങൾ. ഇനിയിപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആ വരുമാനവും ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ, അതൊക്കെ ഒരു വിഭാഗത്തിൻ്റെ കീശയിലേക്ക് മാത്രം പോയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക? കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ശബരിമലയെ തകർക്കുക എന്നുള്ള ഒരു ആസൂത്രണം കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് ആരംഭിച്ചത്. അതായത് വിശ്വാസവും ആചാരവുമൊക്കെ തന്നെ അടുത്ത തലമുറയിൽ കൂടി ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിന് ഈ നാട്ടിൽ നിലവില്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞവരാണ് അവർ. അതായത് 70കളിലൊക്കെ തന്നെ ഉയർന്നു വന്ന ക്ഷേത്രവിരുദ്ധ നിലപാടുകളും അതോടൊപ്പം തന്നെയുള്ള നിരീശ്വരവാദവും ഒക്കെയാണ് ഒരു പരിധിവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ വളക്കൂറുള്ള ഉണ്ടാക്കി മാറ്റിയത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ശബരിമലയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ശബരിമലയിൽ സംഭവിക്കുന്നത്. അശുദ്ധിയോടുകൂടി യുവതികളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി ഒരു ഗവൺമെൻറ് നേതൃത്വം കൊടുത്തതിലപ്പുറം ഒരു ജനദ്രോഹം, ഒരു സമൂഹദ്രോഹം എന്താണ് കേരളത്തിൽ ഈ ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഒരു 50, 100, 200 പേരുള്ള ഒരു സമുദായത്തിലേക്ക് ഒരു ആചാരത്തിന് അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിന് അവർക്ക് ഏതെങ്കിലും ഒരു മതത്തെ, ഒരു 50, 100, 250 പേരുള്ള ഒരു മതത്തെ പോലും അതിൻ്റേതായ ബഹുമാനം ഈ ലോകത്ത് ലഭിക്കുമ്പോഴേക്കും ഭാരതത്തിൻ്റെ തന്നെ ആധാരശിലയായിട്ടുള്ള ഹൈന്ദവ മതത്തിന് ദ്രോഹിക്കുന്ന തരത്തിലുള്ള നിലപാട് ഇവർ പരസ്യമായിട്ടൊരു ഗവൺമെൻറ് സ്വീകരിച്ചു. സ്വർണ്ണപ്പാളിയൊക്കെ മോഷണം പോയി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ വിജിലൻസ് എന്ത് ചെയ്യായിരുന്നു? ഇവരുടെ കൈ എന്താ മാങ്ങ ഉറയ്ക്കാൻ പോയിരുന്നോ? ഇവരുടെ നാവൊക്കെ എവിടെ പോയിരുന്നു? ഇവരുടെ കണ്ണുകൾ എവിടെയായിരുന്നു? എന്താ അപ്പോൾ ഈ വിജിലൻസ് അന്നത്തെ ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യണം, എതിരെ കേസ് ചാർജ് ചെയ്യണമെന്ന് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞ വളരെ റെലവൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതായത് ഈ കേരളത്തിലൊരു 6-7 മാസം വിവിധ ഉത്സവങ്ങളാണ്. ഇപ്പോൾ കുംഭമാസമാവട്ടെ, മീനമാസമാവട്ടെ, അതോടൊപ്പം തന്നെ മകരമാസമാവട്ടെ, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഒരു ഭാഗത്ത് തെയ്യമാണെങ്കിൽ അടുത്ത ഭാഗത്ത് കുതിരയെടുപ്പായിരിക്കും, അടുത്ത ഭാഗത്ത് തിരുവാതിരയായിരിക്കും. അങ്ങനെ
നിരവധി എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം. ഇതുകൊണ്ട് ഹിന്ദുക്കൾ മാത്രമല്ല, ഇതുകൊണ്ട് കലാപരിപാടികൾ നടത്തട്ടെ, കച്ചവട സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഓച്ചിറയൊക്കെ തന്നെ എത്ര കുടുംബങ്ങളാണ് ജീവിക്കുന്നത് ആ ക്ഷേത്രം കൊണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ നേരിട്ടും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഈ ചന്ദനത്തിരി വിൽക്കുന്നു, എണ്ണ വിൽക്കുന്നു, തിരി വിൽക്കുന്നു, അതുപോലെ തന്നെ എല്ലാ തരത്തിലും ആഹാര സാധനങ്ങൾ, വസ്ത്രങ്ങൾ പിന്നെ ഒക്കെ കൊടുക്കുന്ന അങ്ങനെ എത്ര ലക്ഷം കുടുംബങ്ങൾ ജീവിക്കുന്നു. ഇവരൊക്കെ തന്നെ ഈ ആരാധനാലയങ്ങൾ തകർന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ശാന്തിവൃത്തി നടത്തുന്ന മിടുമിടുക്കന്മാരായ എത്രയോ ബ്രാഹ്മണ കുടുംബങ്ങൾ ഈ വിശ്വാസം തകർന്നു പോകുമ്പോഴേക്കും എന്താ സംഭവം? ഇന്നലെ ഇപ്പോൾ ഞാൻ കൊട്ടാരക്കര ഗണപതിക്ഷേത്രത്തിൽ പോയിരുന്നു. അവിടെ 2 പ്രശ്നം വന്നിട്ടുണ്ട്, അവിടെ 2 ചർച്ച വന്നിട്ടുണ്ട്. കരിപ്രസാദം പുറത്താണ് ഉണ്ടാക്കുന്നത്, ഉണ്ണിയപ്പം പുറത്താണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ണിയപ്പം പുറത്താണ് ഉണ്ടാക്കുന്നതിനോ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല, വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ശരിയും തെറ്റും ഉണ്ടാകാം, അത് അന്വേഷിക്കേണ്ടതാണ്. പുറത്താണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന് പുറത്തുണ്ടാക്കുന്ന ഒരു വാർത്ത എവിടെയോ പ്രചരിച്ചു. ഞാൻ പറഞ്ഞ എവിടെ ഒരു വാർത്ത അങ്ങനെ പ്രചരിച്ചു, ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ ചെല്ലുമ്പോഴേ ഗണപതി ഭവൻ്റെ മുൻപിൽ തന്നെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്, കാണാമല്ലോ, ഞാനത് വിശ്വസിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള നിരന്തരം തെറ്റായിട്ടുള്ള വാർത്തകൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കപ്പെടുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തോടുള്ള വിശ്വാസം, ആരാധനാക്രമങ്ങളോടുള്ള വിശ്വാസം ഒക്കെ തന്നെ ജനങ്ങൾക്ക് കുറയുകയാണ്. അങ്ങനെ വളരെ ബോധപൂർവം ഗവൺമെൻറ്റും CPM-ഉം ഇതിനെയൊക്കെ തന്നെ തകർക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുകയാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഹൈന്ദവർ നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് മുറിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നാളെ നമുക്ക് ആർക്കും നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാകും. അതിനാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്നും കൊള്ള ആരംഭിച്ചത് CPM മാത്രമല്ല, CPM-ഉം കോൺഗ്രസും മാറി മാറി ഭരിച്ചിരുന്ന എല്ലാ ദേവസ്വം ബോർഡുകളിലും ആരെങ്കിലുമൊക്കെ തന്നെ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഭക്തജനങ്ങളുടെയാണല്ലോ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഭക്തർക്ക് പോകാനുള്ള ഇടമാണ് ക്ഷേത്രം. അത് ഈ ബോർഡിൻ്റെ കയ്യിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് അങ്ങ് വിട്ടുകൊടുത്താൽ കാര്യം എളുപ്പമാവില്ലേ? തീർച്ചയായിട്ടും അതിനൊരു സിസ്റ്റം ഉണ്ടാക്കണം, അതിനൊരു മെക്കാനിസം ഉണ്ടാക്കണം. പിന്നെ അതോടൊപ്പം തന്നെ അത് ഏത് വേണമെന്നൊരു കാര്യം, കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതാണ് ഒരു മതത്തിൻ്റെ മുഴുവനും ആത്മീയ കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യണം. അതിനെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചർച്ച ചെയ്ത് വിശ്വാസ സമൂഹം അടങ്ങുന്ന ഒരു ബോഡി കൃത്യമായിട്ട് ഇത് ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഇപ്പോൾ നമുക്ക് പറയാം എത്രയോ ട്രസ്റ്റുകൾ നടത്തുന്ന എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. അതെ, ഏതായാലും വളരെയധികം നന്ദി ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതിന്. ഏതായാലും ഈ ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സ്വത്തുക്കളുടെയും സംരക്ഷണം ഇനിയെങ്കിലും ഉറപ്പുവരുത്തേണ്ടതാണ്. സുതാര്യമായി കർത്തവ്യ നിർവഹണം നടത്താൻ ദേവസ്വം ബോർഡിന് കഴിയട്ടെ.